ഹെർബൽ ടൂത്ത് പൗഡർ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഫോർമുലയാണ് പറയുന്നത്. എല്ലാ ആളുകൾക്കും നമുക്ക് ക്ലോസപ്പും ഒക്കെ ക്ലോസ് ചെയ്യുക, കോൾഗേറ്റ് ഗേറ്റ് അടക്കുക, നമ്മൾ അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ നമ്മൾ അവസാനിപ്പിച്ച് നമ്മൾ ആരോഗ്യത്തിൻ്റെ വാതിൽ വായിലെ പല്ലാണ്. നമ്മുടെ പല്ല് നന്നായാൽ നല്ല ചവച്ചരക്കും, ചവച്ചരച്ച ഭക്ഷണം നമുക്ക് ദഹിക്കും. മറ്റെല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരു 50% കണ്ട് വരുന്നതിൻ്റെ പ്രധാനമായ കാരണം പല്ലിൻ്റെ കേടാണ്. വിട്ടുമാറി തലവേദന എല്ലാം കാരണങ്ങൾ പല്ലിലുള്ള കേടുകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറേ കാലം നമ്മൾ പല്ല് സംരക്ഷിച്ചില്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് കുറച്ച് പ്രായം ചെല്ലുമ്പോൾ പല്ലിന് അപകടം സംഭവിക്കും. അതിന് ഉള്ളൊരു പരിഹാരമാണിത്. അപ്പോൾ ഞാനിതിൻ്റെ വിശദീകരണം ഞാൻ പിന്നീട് അതിന് ശേഷം സമയം കിട്ടുകയാണെങ്കിൽ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഈ ക്ലിപ്പ് ചെറിയ രീതിയിലാക്കാം, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും, സാങ്കേതിക പ്രശ്നങ്ങളുണ്ടാവും. ഹെർബൽ പൽപ്പൊടി: ചൂടൻ കർപ്പൂരം, കരിവേലപ്പട്ട, കാറ്റ്, ഇരട്ടി മധുരം, വാൽമുളക്, ജാതിക്കപ്പരിപ്പ്, ഇലവങ്ങപ്പട്ട, ഏലക്കായ, തിപ്പല്ലി, പൂങ്കാവി, മരമഞ്ഞൾ, കറാമ്പ്. അതിൽ ഈ പറഞ്ഞ ഔഷധങ്ങൾ സമമായി നിങ്ങൾ ആവശ്യാനുസരണം എടുക്കുക. സമമായി എടുക്കുക പറയുമ്പോൾ 25 ഗ്രാം വീതോ 50 ഗ്രാം വീതോ 100 ഗ്രാം വീതോ വാങ്ങിക്കുക. അപ്പോൾ അതിൻ്റെ ഇത് സമമായി എടുത്തത് നല്ലവണ്ണം ഉണക്കി പൊടിച്ച് നിങ്ങൾ ഭദ്രമായി ഒരു പാത്രത്തിലിട്ടിട്ട്, കുപ്പിപ്പാത്രത്തിലെടുത്ത് വെച്ചോ, അത് സ്ഫടിക പാത്രം എന്ന് പറയും, അതിലെടുത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം രാവിലെയും രാത്രിയും പല്ല് തേക്കാൻ ഉപയോഗിക്കുക. പല്ല് തേക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും കൂടി മനസ്സിലാക്കി തരാം. അത് വായിലുണ്ടാവുന്ന കറകൾ, പല്ലിലുണ്ടാകുന്ന കറകൾ, വായിലെ പുണ്ണ്, വായ്ക്ക് രുചിയില്ലായ്മ, വായു നാറ്റം, പല്ലിലുണ്ടാകുന്ന കേടുകൾ, ഊനിലുണ്ടാവുന്ന പഴുപ്പുകൾ, ഊന് വീക്കം, ഊനിൽ നിന്ന് രക്തം വരിക, പയോറിയ എന്ന രോഗമുണ്ട്, അതുപോലും മാറ്റിയെടുക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. ഈ പൽപ്പൊടി നിങ്ങൾക്ക് വായിലഥവാ അബദ്ധത്തിൽ ഇറക്കിപ്പോയാലും നല്ലൊരു ദഹന അവസ്ഥക്കും വിശപ്പില്ലായ്മക്കും പരിഹാരമാവുന്ന ഒരു ഇൻറ്റേർണലായിട്ടൊരു മെഡിസിനും കൂടിയാണ്. അപ്പം അതുകൊണ്ട് ഇത് നമ്മൾ ഫ്ലോറൈഡ് പേസ്റ്റുകളൊക്കെ ഉപയോഗിച്ച് അത് ഉള്ളിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ എല്ലിന് ബലക്ഷയം വരുത്തും. അങ്ങനത്തെ യാതൊരു കേടും ഉണ്ടാവില്ല. ഇത് പൽപ്പൊടി നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് എന്നും എക്കാലത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഉത്തമമായ ഒരു ക്ലാസിക്കൽ മെഡിസിനാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണത്തിന് നിങ്ങൾ ലോക സമക്ഷത്തിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബോ ഒക്കെയോ ഒക്കെ കൊടുത്തുകൊണ്ട് കേട്ടോ. അപ്പോൾ നല്ലതായ മരുന്നുകളാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ കോംപ്രമൈസ് ചെയ്യരുത്. അതായത് ഏലക്കായോ അതൊക്കെ വില കൂടിയെന്ന് എഴുതിയിട്ട് അതിന് അളവ് കുറയ്ക്കരുത്. സമം എടുക്കേണ്ടത് സമം തന്നെ ചേർക്കണം. പിന്നെ ഇലവങ്ങപ്പട്ട എന്ന് പറയുമ്പോൾ ഇലവങ്ങപ്പട്ട കടയിൽ വന്ന് ചോദിക്കുമ്പോൾ, മരുന്ന് കടയിൽ ചോദിക്കുമ്പോൾ അവർ പറയും 1-ാം നമ്പറുണ്ട് 2-ാം നമ്പറുണ്ട്. 1-ാം നമ്പറിന് വില കൂടും, 2-ാം നമ്പറിന് വില കുറയും. 2-ാം നമ്പറൊക്കെ 2-ാം നമ്പറാണ്. നമുക്ക് വേണ്ട 1-ാം നമ്പറാണ് വേണ്ടത്. നമുക്ക് 1-ാം നമ്പർ പൽപ്പൊടി ഉണ്ടാക്കട്ടെ. അപ്പോൾ എല്ലാ സാധനങ്ങളും 1-ാം നമ്പർ ആയിരിക്കണം. പിന്നെ പൂങ്കാവി എന്നത് ഒരു കട്ടയാണ്. അത് നിങ്ങൾ എന്താക്കുക, അത് പൊടിക്കാൻ കഴിയാതെ എടുത്തിട്ട് ഇരുമ്പിൻ്റെ സാധനങ്ങൾ ഉറച്ചാൽ മതി കേട്ടോ. ഇതിൽ എല്ലാ സാധനങ്ങളും സമമായി ചേർക്കന്നെ വേണം, യാതൊരു സംശയം വേണ്ട. കറാമ്പൊക്കെ നല്ല ക്വാളിറ്റിയിലെ കറാമ്പ് വേണം. ഒന്ന് നല്ലോണം ഉണക്കിയതിന് ശേഷം പൊടിക്കാൻ പാടില്ല. ഇരട്ടി മധുരം ഒന്ന് നുറുക്കിക്കൊള്ളണം. എല്ലാ സാധനങ്ങളും ചെറിയ രീതിയിൽ നുറുക്കി വെച്ചോളൂ കേട്ടോ. അതിൽ ചൂടൻ കർപ്പൂരങ്ങൾ വെയിലത്ത് വെച്ച് ഉണക്കരുത് കേട്ടോ. ചൂടൻ കർപ്പൂരം ആവിയായി പോകും. ചൂടൻ കർപ്പൂരം മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഉണക്കിക്കോളും. എന്നിട്ട് അതിന് ശേഷം പൊടിക്കുന്ന സമയത്ത് മാത്രം ചൂടൻ കർപ്പൂരം ചേർത്താൽ മതി. പൂങ്കാവി ഉണക്കേണ്ട ആവശ്യമില്ല, എന്നാലും കടന്നോട്ടെ. ചൂടൻ കർപ്പൂരം വെയിലത്തൊക്കരുത്, അത് ആവിയായി പോകും കേട്ടോ. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ഹെർബൽ ടൂത്ത് പൗഡർ ഞാൻ ലോക സമക്ഷത്തിൽ ഞാൻ അവതരിപ്പിക്കുന്നു. എല്ലാവരുടെ ആരോഗ്യം സുസ്ഥിരമായി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.